ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്ര വലിയ പ്രാധാന്യമുള്ള വിഷയമൊന്നുമല്ല, രാഷ്ട്രീയ പ്രാധാന്യവുമില്ല. എങ്കിലും അതിൽ രാഷ്ട്രീയമുണ്ട്. അതിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പൊതുപ്രവർത്തകരും ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് ആ വിഷയത്തിൻ്റെ പ്രത്യേകത. CPIയുടെ സംസ്ഥാനത്തെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു പി രാജു. അദ്ദേഹം എറണാകുളം ജില്ലയിലെ പറവൂരിൽ നിന്ന് 2 തവണ ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ 2 തവണ പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ചു വന്നിട്ടുമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്തരിച്ചു. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്ത്യോപചാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് രാജുവിൻ്റെ കുടുംബമെടുത്ത ചില തീരുമാനങ്ങൾ, ഞാനതിനെ വളരെ ധീരമായ തീരുമാനം എന്ന് തന്നെ പറയും. അതേപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. രാജു ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയവരാരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തേണ്ടതില്ലെന്നാണ് രാജുവിൻ്റെ കുടുംബം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലോ പറവൂർ മണ്ഡലം ഓഫീസിലോ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി പൊതുദർശനത്തിന് വെക്കേണ്ടതില്ലെന്നും അവർ പറഞ്ഞിരിക്കുകയാണ്. അതിന് പകരം ടൗൺ ഹാളിലായിരിക്കും പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തെ അവസാനമായി കാണാനുള്ള അവസരം ഒരുങ്ങുന്നത്. ഇതിൻ്റെ പിന്നിൽ രാജുവിൻ്റെ കുടുംബത്തെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. CPIയിലെ കാനം രാജേന്ദ്രന്റെയും KE ഇസ്മായിലിന്റെയും നേതൃത്വത്തിൽ വിഭാഗീയത വളരെ ശക്തമായിരിക്കുന്ന സമയത്ത് ഈ 2 നേതാക്കളുടെ പക്ഷത്തായിട്ട് പാർട്ടിയിലെ എല്ലാ നേതാക്കളും അണിനിരന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് KE ഇസ്മായിലിന്റെ കൂടെ നിന്ന ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു പി രാജു. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഏതാണ്ട് ഇസ്മായിലിനൊപ്പം ആയിരുന്നു. അതിനുശേഷം കാനം രാജേന്ദ്രൻ പക്ഷം പാർട്ടി തന്നെ പിടിച്ചെടുത്തു. എറണാകുളത്ത് പി രാജുവിന്റെ നേതൃത്വത്തിൽ ഇസ്മായിലിന്റെ വിഭാഗത്തിൽപ്പെട്ടവരും എതിർഭാഗം തമ്മിൽ ഏറ്റുമുട്ടി. അവസാനം എറണാകുളം ജില്ലയും കാനം രാജേന്ദ്രന്റെ പക്ഷത്തുള്ളവര് പിടിച്ചടക്കുകയാണ് ചെയ്തത്. അതേ തുടർന്ന് സ്വാഭാവികമായിട്ടും രാജുവിന് പാർട്ടിയിലെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു. ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടിയും വന്നു. പിന്നീട് രാഷ്ട്രീയ പാർട്ടികളിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് CPIയുടെ എറണാകുളം ജില്ലാ ഘടകത്തിലും ഉണ്ടായത്. വിഭാഗീയ പ്രവർത്തനത്തിനിടയിൽ ഒരാൾ വീണുപോയാൽ, ഒരു നേതാവ് നിലം പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുക, അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക, അതാണ് പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ സംഭവിക്കാറുള്ളത്. ഇവിടെയും അത് തന്നെ ഉണ്ടായി. ഔദ്യോഗിക പക്ഷം പി രാജുവിനെ നോട്ടമിട്ടു. അദ്ദേഹത്തിനെതിരായിട്ട് ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ആ കണക്കിൽ ഏതാണ്ട് 71 ലക്ഷം രൂപയുടെ കുറവുണ്ടെന്ന് ഒരാരോപണം വന്നു. പിന്നെ അതൊരു നല്ല അവസരമായി. പാർട്ടിയിലെ എതിർപക്ഷം അത് പ്രയോജനപ്പെടുത്തി, അതേക്കുറിച്ച് അന്വേഷണം നടത്തി. ആ ആരോപണം ശരിയാണെന്ന് ആ അന്വേഷണത്തിൽ കണ്ടെത്തി എന്ന് പറയുന്നത് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിലാണ് കേട്ടോ. അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അന്വേഷണത്തിൽ കണ്ടത് പി രാജു കുറ്റക്കാരനാണെന്നാണ്. 71 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയ നേതാവിനെ അങ്ങനെ വെച്ചു വാഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ നേരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പി രാജു തയ്യാറായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇത്തരം കാര്യങ്ങളിൽ അപ്പീൽ കൊടുക്കാൻ ഒരു കൺട്രോൾ കമ്മീഷൻ സംവിധാനമുണ്ട്. പി രാജു അത് പ്രയോജനപ്പെടുത്തി. സംസ്ഥാന കൺട്രോൾ കമ്മീഷന് പരാതി നൽകി. തനിക്കെതിരെ കണ്ടെത്തിയ ഈ ആരോപണങ്ങളും അതുപോലെ തന്നെ അതിനെ തുടർന്നുണ്ടായ നടപടികളും അത് ശരിയല്ല എന്ന് അദ്ദേഹം വാദിച്ചു. കൺട്രോൾ കമ്മീഷൻ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി, ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിച്ചു. എന്നിട്ട് കമ്മീഷൻ എത്തിയ നിഗമനം ഇങ്ങനെ 71 ലക്ഷം രൂപയുടെ കുറവുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ്. പണം കൈകാര്യം ചെയ്യുന്നതിൽ സെക്രട്ടറി എന്ന നിലയിൽ ചില വീഴ്ചകളൊക്കെ രാജുവിന് പറ്റിയിട്ടുണ്ട്. അതിനപ്പുറത്ത് അദ്ദേഹം എന്തെങ്കിലും സാമ്പത്തിക തിരിമറി നടത്തിയതായിട്ട് തെളിഞ്ഞിട്ടില്ല. അതായിരുന്നു കൺട്രോൾ കമ്മീഷന്റെ ഒരു നിഗമനം. അപ്പൊ അവര് ശുപാർശ ചെയ്തത് ഇതുപോലെ ഒരു നേതാവിനെതിരായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് പാർട്ടിക്ക് വേണ്ടി നിന്ന ചരിത്രമുള്ള രാജുവിനെതിരായിട്ട് എടുത്ത നടപടികൾ അത് ലഘൂകരിക്കണം, അത് തിരുത്തണം എന്നാണ് കൺട്രോൾ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അത് ജില്ലാ കമ്മിറ്റി മേൽ നടപടികൾക്കായിട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അയച്ചു. സംസ്ഥാന കമ്മിറ്റി എന്ത് ചെയ്തു? അത് താഴെ ജില്ലയിലേക്ക് തട്ടി. കാരണം
പാർട്ടിക്ക് പി രാജുവിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പഴയ പദവിയിലേക്കോ അല്ലെങ്കിൽ പഴയ തലത്തിലേക്കോ പുനരവരോധിക്കുന്നത് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായില്ല. ഏറ്റവും അവസാനം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ട് തന്നെ പി രാജു നമ്മോട് വിട വാങ്ങി. കുടുംബവുമായി CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒന്നായിരുന്നു പി രാജുവിൻ്റെത്. സ്വാതന്ത്ര്യ സമര സേനാനിയും പറവൂരിൽ നിന്നുള്ള നിയമസഭാംഗവുമായിരുന്ന N ശിവൻപിള്ളയുടെ മകനാണ്. നേരത്തെ പറഞ്ഞതുപോലെ പി രാജു 2 തവണ പറവൂർ നിയോജക മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അന്ന് മാതൃഭൂമിയുടെ നിയമസഭാ ലേഖകനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന സമയമാണ്. അന്ന് മുതൽ രാജുവിനെ നന്നായിട്ടറിയാം. വ്യക്തിപരമായിട്ട് നല്ലൊരു സ്നേഹിതനായിരുന്നു. അതുപോലെ തന്നെ മികച്ച ഒരു പാർലമെന്റേറിയൻ കൂടിയായിരുന്നു പി രാജു. പഠിച്ച് കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്ന ഒരു MLA. വലിയ ഒച്ചപ്പാടിനും ബഹളത്തിനും പോവാതെ ശാന്തനായി നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നേരിട്ടറിയാവുന്നതുമാണ്. പറവൂർ മണ്ഡലത്തില് വഴിക്കുളങ്ങര ആനച്ചാൽ ബൈപ്പാസ്, അതിന് സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത ഒരാളായിരുന്നു പി രാജു. അദ്ദേഹത്തിനെതിരായിട്ടാണ്, അതായത് സ്വന്തം ഭൂമി പൊതു ആവശ്യത്തിന് വിട്ടുകൊടുത്ത ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിനെതിരായിട്ടാണ് ഈ 71 ലക്ഷം രൂപയുടെ തിരിമറി അല്ലെങ്കിൽ സാമ്പത്തിക ആരോപണം പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ആരോപണം തെറ്റായിരുന്നു അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് തെളിഞ്ഞിട്ടും അത് തിരുത്തുവാനോ ആ പഴയകാല സഖാവിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുവാനോ CPI തയ്യാറായില്ല. പി രാജുവിനെ പോലൊരു നേതാവ് അന്തരിച്ചാൽ അനന്തര നടപടികൾ പാർട്ടി ഏറ്റെടുക്കുകയാണ് പതിവ്. അത് സ്വാഭാവികവുമാണ്. സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ പാർട്ടി പതാക പുതപ്പിക്കും. അതിനുശേഷം അദ്ദേഹം ഏത് ഘടകത്തിലാണോ പ്രവർത്തിച്ചിരുന്നത് ആ ഘടകത്തിന്റെ ഓഫീസിൽ, സ്വന്തം നാട്ടിലെ ഓഫീസിലൊക്കെ പൊതുദർശനത്തിന് വയ്ക്കും. ജനങ്ങൾക്ക് അദ്ദേഹത്തെ അവസാനമായി വന്ന് കാണാനുള്ള ഒരു അവസരമുണ്ടാവും. ഇതൊക്കെ പാർട്ടി നേരിട്ട് നടത്തുകയാണ് പതിവ്. പക്ഷെ പി രാജുവിന്റെ കാര്യത്തിൽ അത് അങ്ങനെ വിട്ടുകൊടുക്കാൻ, പാർട്ടിയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ ആ കുടുംബം തയ്യാറായില്ല. അതിന് കാരണമുണ്ട്. പാർട്ടിയെ എല്ലാമായി കണ്ട ഒരു കുടുംബമായിരുന്നു പി രാജുവിൻ്റെത്. പക്ഷെ അദ്ദേഹം ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അനുഭവിച്ച മനോവ്യഥ അല്ലെങ്കിൽ നൊമ്പരങ്ങൾ, വേദനകൾ, അത് നേരിട്ടറിയാവുന്ന കുടുംബമായിരുന്നു അത്. അത് മാത്രമല്ല, രാജുവിന്റെ മരണത്തിന് പോലും കാരണമായത് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ദുഃഖകരമായ അനുഭവങ്ങളായിരുന്നുവെന്നാണ് ആ കുടുംബം വിശ്വസിക്കുന്നത്. ഇന്നലേക്ക് അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കള് അത് തുറന്നു പറയുന്നതും കേൾക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തില് പി രാജുവിന്റെ ശരീരം പാർട്ടി ഓഫീസിൽ വയ്ക്കുന്നതിനോ അവിടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് അവസരം ഉണ്ടാക്കുന്നതിനോ അതിനോടൊന്നും കുടുംബത്തിന് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ രാജുവിന്റെ ഏതാണ്ട് അവസാന കാലത്ത് അദ്ദേഹത്തിനെതിരായിട്ട് ആരോപണം ഉയരുകയും അത് തെളിഞ്ഞതായി പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിലെ നടപടികൾ എടുക്കുകയും ചെയ്തവര്, അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തവര് വെറുതെ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കിടത്തിയിരിക്കുന്നിടത്ത് വന്നിട്ട് അന്തിമോപചാരം അർപ്പിക്കുന്ന വ്യാജ ദുഃഖപ്രകടനങ്ങളൊന്നും അവരാഗ്രഹിച്ചില്ല, ആ കുടുംബം ആഗ്രഹിച്ചില്ല. അത്തരത്തിലുള്ള ആരും അതിനായി വരേണ്ട എന്നുള്ളൊരു ഖണ്ഡിതമായ അഭിപ്രായം അല്ലെങ്കിൽ നിലപാടാണ് കുടുംബം സ്വീകരിച്ചത്. പാർട്ടിക്കായി എല്ലാം നൽകിയ കുടുംബത്തിന് തിരികെ നീതി കിട്ടിയില്ല. പിന്നെന്തിനാണ് പാർട്ടിക്ക് വഴങ്ങി നിൽക്കേണ്ടി വരുന്നത്? വളരെ ധീരമായ ഒരു തീരുമാനമാണ് രാജുവിന്റെ കുടുംബം എടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കമുള്ള ചില രാഷ്ട്രീയ പാർട്ടികളിലെ ഒരു സ്ഥിരം ഏർപ്പാടായത് കേട്ടോ. CPM ഇതുപോലെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചാത്തുണ്ണി മാസ്റ്റർ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം ഈ ജനശക്തി ഫിലിപ്സിന്റെ കൂടെ ചുമതലയുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒതുക്കേണ്ടി വന്നപ്പോൾ പാർട്ടിക്ക് അദ്ദേഹത്തെ നീക്കം ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ആരോപണ കുറ്റം കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നീട് പാർട്ടി കണ്ട എക്കാലത്തെയും വലിയ ബുദ്ധിജീവിയായ P ഗോവിന്ദപിള്ളയ്ക്ക് സംഭവിച്ചത്, അദ്ദേഹം ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്നു. ഒരിക്കലും ദേശാഭിമാനിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പേരിൽ വന്നൊരു ചെക്ക് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകത്തിൽ അറിയാതെ മാർക്കറായി വെച്ചുപോയി. പിന്നീട് അത് എടുക്കാനോ ആഫീസിൽ കൊടുക്കാനോ അദ്ദേഹം ഓർമ്മിച്ചില്ല. അതിന്റെ പേരിൽ ആ ചെക്ക് P ഗോവിന്ദപിള്ള മാറിയെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിൽ പോലും അത് ഒരു വലിയ സാമ്പത്തിക കുറ്റമായിട്ട് കണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത
പാർട്ടിയാണ്. മറ്റു പാർട്ടികളും ഇതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഉള്ളവരല്ല. നമുക്ക് പി ടി ചാക്കോയുടെയും മറ്റും കഥകൾ അറിയാം. കോൺഗ്രസിൽ ഒരു കാലത്ത് ഏറ്റവും വലിയ പ്രതിച്ഛായുള്ള ഒരു നേതാവായിരുന്നു. വൻതോതിൽ ജനപിന്തുണയുള്ള നേതാവായിരുന്നു. 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കാൻ സാധിച്ചില്ല. അതിനുശേഷം വന്ന ഗവൺമെന്റില് പുതിയ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് അവതരിപ്പിച്ച് പാസാക്കിയ മന്ത്രിയായിരുന്നു, റവന്യൂ മന്ത്രിയായിരുന്നു പി ടി ചാക്കോ. അദ്ദേഹത്തിന്റെ ഒരു ബീച്ച് യാത്രയിൽ തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹത്തിന്റെ കാറിൽ ഒരു സ്ത്രീയെ കണ്ടു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ ചരിത്രമാണ് കേരളത്തിലെ കോൺഗ്രസിന് പറയാനുള്ളത്. ഇത് പലപ്പോഴും പാർട്ടിയിൽ വിഭാഗീയതയും ഗ്രൂപ്പിസവും ശക്തിപ്പെടുമ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഒന്നുകിൽ സാമ്പത്തിക ആരോപണം, അല്ലെങ്കിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. അവർക്കും ജീവിതത്തിൽ ഒരു സൽപ്പേരുണ്ടെന്നോ മാനാഭിമാനങ്ങളുണ്ടെന്നോ ഇതിന്റെ പേരിൽ അവരുടെ കുടുംബം കൂടെയാണ് ശിക്ഷ അനുഭവിക്കുന്നതെന്നോ ഒരിക്കലും ഈ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കാറില്ല. ദീർഘകാലം കഷ്ടപ്പെട്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന സൽപ്പേരാണ് ഒരു നിമിഷത്തെ ആരോപണത്തില് അല്ലെങ്കിൽ ആക്ഷേപത്തില്, അതും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള കുറ്റാരോപണങ്ങളിൽ ഇല്ലാതായി പോകുന്നതെന്ന് ആരും അപ്പോൾ ചിന്തിക്കാറില്ല. രാജുവിനെ കുറിച്ച് പി ഇസ്മയിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പറഞ്ഞത് അല്ലെങ്കിൽ കുറിച്ചത് ഇത് തന്നെയാണ്. ഇല്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ വ്യക്തിഹത്യ നടത്തിയതും അതുപോലെ തന്നെ ദീർഘകാല കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത സൽപ്പേര് ഇല്ലാതാക്കിയതും പി രാജുവിനെ വല്ലാത്ത വിഷമത്തിലാക്കിയിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ആഘാതമുണ്ടാക്കിയിരുന്നു എന്നാണ് ഇസ്മയിൽ പറഞ്ഞത്. ഇത് പലപ്പോഴും പല രാഷ്ട്രീയ നേതാക്കളും അവരുടെ കുടുംബങ്ങളും അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ ആരുടെയും പേരൊന്നും പറയുന്നില്ല. രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എതിരാളികളെ ഏതു നീചമായ ആരോപണങ്ങൾ ഉന്നയിച്ചും നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞും അവരുടെ വ്യക്തിജീവിതം തകർക്കുന്നവര്, സമൂഹത്തിലെ അവരുടെ അന്തസ്സ് ഇടിച്ചു താഴ്ത്തുന്നവര് പി രാജുവിന്റെ കുടുംബം എടുത്ത നിലപാട് വിസ്മരിക്കരുത്. പലപ്പോഴും ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്ന പാർട്ടി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം പിന്നീട് രക്ഷപ്പെടുക പതിവ്. അതിന് കാരണമുണ്ട്. ഇത്തരത്തിലുള്ള അപമാനം നേരിടുന്നവര് അല്ലെങ്കിൽ സൽപ്പേരിന് നഷ്ടം സംഭവിക്കുന്നവര് അവരുടെ കുടുംബങ്ങള് പാർട്ടിയെ ഓർത്ത് പാർട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും പലപ്പോഴും പ്രതികരിക്കാറില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് പി രാജുവിന്റെ കാര്യത്തില് അദ്ദേഹത്തിന്റെ കുടുംബം എടുത്തത്. അത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. പി രാജുവിന്റെ കുടുംബം എടുത്ത നിലപാട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുപ്രവർത്തകർക്കും ഒരു പാഠമാകണം. അതവര് കണ്ണു തുറന്ന് കാണണം. ദുഃഖത്തിലായിരിക്കുന്ന പി രാജുവിന്റെ കുടുംബത്തോടുള്ള അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുന്നു.